ജനപ്രതിനിധികൾ തന്നെ കള്ളന്മാരായാൽ പിന്നെ ആരെയാണ് വിശ്വസിക്കുക എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ബന്ധം സൂക്ഷിക്കുന്നതും താഴെത്തട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുമായിട്ടാണ്. അവർ തന്നെ ഇത്തരം തോന്നിയാസങ്ങൾ നടത്തിയാൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് കളഞ്ഞു കിട്ടിയ ഒരു ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയിരിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പോലീസിന്റെ പിടിയിലായ വാർത്തയാണ് ഇന്ന് കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. BJPയുടെ അംഗവും മഹിളാ മോർച്ച ഭാരവാഹിയുമായ സുജന്യ ഗോവി, അതുപോലെ അവരുടെ സഹായി കല്ലിശ്ശേരി സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. അതായത് മാർച്ച് 14 രാത്രിയാണ് ATM കാർഡ് അടങ്ങുന്ന വിനോദിന്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയത്. സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്കല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് നൽകുകയാണ് വേണ്ടത്. അവരൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളാണ്, ജനപ്രതിനിധികളാണ്. കല്ലിശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ ജോലി സ്ഥലത്ത് വിട്ടതിന് ശേഷം തിരികെ വരുന്നതിനിടെയാണ് വഴിയിൽ വെച്ച് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ സലീഷ് മോനാണ് വിനോദിന്റെ പേഴ്സ് ആദ്യം ലഭിച്ചത്. തുടർന്ന് പേഴ്സ് ലഭിച്ച വിവരം സലീഷ് സുജന്യയെ എന്ന പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും ചേർന്ന് അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നതിന് പകരം മാർച്ച് 15 രാവിലെ പോയി 6 മണിക്കും 8 മണിക്കും ഇടയിൽ വെച്ച് ബുധന്നൂർ, പാണ്ടനാട്, മാന്നാർ എന്നിവിടങ്ങളിൽ പോയി അവിടുത്തെ ATM കൗണ്ടറുകളിൽ നിന്ന് 25,000 രൂപ പിൻവലിക്കുകയായിരുന്നു. ATM കാർഡിനൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു പിൻ നമ്പർ ഉപയോഗിച്ചാണ് ഈ ജനപ്രതിനിധി പണം തട്ടിയെടുത്തത്. തുക പിൻവലിച്ചതിന്റെ അറിയിപ്പ് മൊബൈലിൽ വന്നതോടെ വിനോദ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ATM കാർഡ് പിന്നീട് കല്ലിശ്ശേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള ഒരു റോഡിൽ അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അവരുടെ ആവശ്യം കഴിഞ്ഞു, പണം തട്ടിയെടുത്തു, ATM കാർഡ് വലിച്ചെറിഞ്ഞു. CCTVയുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പഞ്ചായത്ത് മെമ്പറും കൂട്ടാളിയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ATM കൗണ്ടറുകളുടെയും സമീപത്തുള്ള സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇരുവരും ചേർന്നാണ് ATMൽ നിന്ന് പണം പിൻവലിച്ചത് എന്ന് പോലീസിന് വ്യക്തമായി. വൈകാതെ ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. സത്യത്തിൽ ജനപ്രതിനിധികളെയെല്ലാം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ജനങ്ങൾ. ജനങ്ങൾക്ക് പറ്റിയൊരു കയ്യബദ്ധമോർത്ത് തല താഴ്ത്തി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളം.